ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവേഴ്സ് ലോഗ്. Resonate RouterUPSൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെ ചെറിയൊരു UPS ആണ്. കൂടാതെ ഇത് ഉപയോഗിക്കുന്നത് വൈഫൈ റൗട്ടറിൻ്റെ ബാക്കപ്പിന് വേണ്ടിയാണ്. 2911 രൂപയാണ് ഇതിൻ്റെ MRP എങ്കിലും ഞാൻ ഫ്ലിപ്കാർട്ടിലൂടെ ഇത് മേടിച്ചത് 2200 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. എന്താണ് ഈ ബോക്സിലുള്ളതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തെ വാറണ്ടി കാർഡും ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡും കാണാൻ സാധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഈ UPS മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈഫൈ റൗട്ടറിൻ്റെ ബാക്കപ്പിന് വേണ്ടിയാണ്. കൂടാതെ സെറ്റ് ഓഫ് ബോക്സിനും ഇൻ്റർകോമിനും CCTV ക്യാമറയ്ക്കുമൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓൺ ഓഫ് സ്വിച്ചും കൂടാതെ ഇതിന് ഒരു ഇൻ ഔട്ട് പോർട്ടും ഇൻഡിക്കേഷൻ LED-യും കാണാൻ സാധിക്കും. ബോക്സിലെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള കണക്റ്റിംഗ് കേബിളുകളും ഇതിനോടൊപ്പം ലഭിക്കും. ഈ റൗട്ടർ UPS മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ റൗട്ടറിൻ്റെ അഡാപ്റ്ററിന് പുറകിൽ നോക്കിയാൽ അതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ സെയിം ഇൻപുട്ട് ഔട്ട്പുട്ട് ഉള്ള റൗട്ടർ UPS ആയിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. ഈ UPSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വളരെ ചെറുതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു UPS ആണിത്. കൂടാതെ നിങ്ങളുടെ വൈഫൈ റൗട്ടറിന് ഏകദേശം 4 മണിക്കൂർ വരെ പവർ ബാക്കപ്പ് ഈ UPS നൽകുന്നു. മറ്റൊരു പ്രത്യേകത, ഇൻ്റലിജൻറ്റ് ചാർജിങ് മെക്കാനിസമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ വർക്ക് ഫ്രം ഹോം കാലഘട്ടത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പവർ ഫെയിലിയർ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിവൈസാണിത്. നമുക്കറിയാം, സാധാരണഗതിയിൽ പവർ പോയി തിരിച്ചു വന്നാലും ഈ വൈഫൈ റൗട്ടർ തിരിച്ച് ആവാനായിട്ട് ഏകദേശം 1 മിനിറ്റെങ്കിലും എടുക്കും. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള വൈഫൈ റൗട്ടറിൻ്റെ അഡാപ്റ്റർ ഈ UPSൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഈ UPSനോടൊപ്പം ലഭിച്ച കേബിൾ UPSൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും റൗട്ടറിൻ്റെ പവർ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം UPSൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.